താങ്ങുന്നവരെ തുണയ്ക്കുന്ന പാർട്ടിയാണ് CPM. ഒപ്പം നടന്നാൽ ആശ്ലേഷിക്കുകയും തോളത്ത് കൈയിടുകയും ഒക്കെ ചെയ്യും CPM. എന്നാൽ വഴിമാറി നടക്കാൻ ശ്രമിച്ചാലോ? TPയുടെ ഗതി നമുക്കറിയാം, MVRന്റെ ഗതി അറിയാം, ഗൗരിയമ്മയുടെ ഗതി അറിയാം. ഇപ്പോൾ PV അൻവറിൻ്റെ കാലമാണ്. PV അൻവർ ഒപ്പം നടന്നപ്പോൾ ഒരു താര പരിവേഷമുള്ള നേതാവായിരുന്നു, MLA ആയിരുന്നു, CPMന്റെ ആയുധമായിരുന്നു. മലബാർ മേഖലയിൽ CPMന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ധീരമായ മുഖവും പ്രവർത്തനവും കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു PV അൻവർ. എന്നാൽ PV അൻവർ ചില സത്യങ്ങൾ, നഗ്നമായ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. രാജാവ് നഗ്നനാണ്, രാജാവ് വിഡ്ഢിവേഷം കെട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പണ്ടുകാലത്ത് കുട്ടികൾ പറഞ്ഞല്ലോ. ഒരു കുട്ടി പറഞ്ഞ കഥ നമുക്കൊക്കെ അറിയാം. ആ തരത്തിലായപ്പോൾ PV അൻവർ അനഭിമതനായ PV അൻവറിനെ പാർട്ടി തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ നോക്കുകയാണ്. അതിൽ ഒരു സംഭവം, PV അൻവർ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ഫോൺ ചോർത്തി എന്ന് പറയുന്ന ഒരു വിവാദമുണ്ട്. ആ വിവാദത്തിൽ ഗവർണർ സർക്കാരിനോട് നടപടിയെടുക്കണമെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. DGP അത് അന്വേഷിച്ചു. അത് അന്വേഷിച്ചപ്പോൾ ADGPയോ PV അൻവറോ ആരുടെയും ഫോൺ ഔദ്യോഗിക രീതിയിൽ ചോർത്തിയിട്ടില്ല, അനൗദ്യോഗികമായും ചോർത്തിയിട്ടില്ല. അവരുടെ ഫോണുകളിലേക്ക് വന്ന സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സംവിധാനമൊക്കെ എല്ലാ ഫോണുകളിലുമുണ്ട്. അതുകൊണ്ട് അത് കുറ്റമായോ കുറവായോ ഒന്നും കാണാൻ സാധിക്കുകയില്ല എന്ന തരത്തിലൊരു റിപ്പോർട്ട് DGP കൊടുത്തു. അത് സർക്കാർ ഗവർണറെ അറിയിക്കുകയും ചെയ്തു. അൻവർ അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ആ സമയത്താണ് അൻവറിനെതിരെ കോട്ടയത്ത് ഒരു കേസ്, കറുകച്ചാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു മുൻ കോൺഗ്രസ് നേതാവാണ് കേസ് ഫയൽ ചെയ്തത്, തോമസ് കെ പീലിയാനിക്കൽ. തോമസ് കോൺഗ്രസ് നേതാവായിരുന്നു, പിന്നീട് കോൺഗ്രസിൻ്റെ വിമതനായി ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചു. ആ തോമസ് ആണ് ഇമെയിൽ മുഖാന്തരം കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുക്കുന്നു. 5-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. സെപ്റ്റംബർ 28-നാണ് പരാതി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം 27-ാം തീയതിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ PV അൻവറിനെ തള്ളിക്കളഞ്ഞത്, ഇനി ഇയാളില്ല എന്ന തരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് CPMൽ നിന്ന് അകന്ന ഉടനെ ആദ്യം കിട്ടിയ പണിയാണ് കറുകച്ചാലിലെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കേസിൻ്റെ മെരിറ്റും ഡീമെരിറ്റും നോക്കിക്കൊള്ളണം. ആ കേസ് സംസ്ഥാന സർക്കാർ തന്നെ എടുത്ത് കളഞ്ഞതാണ്, കളഞ്ഞ സംഭവമാണ്, ആരോപണമാണ്. ഗവർണർക്ക് റിപ്പോർട്ടും കൊടുത്തിട്ടുള്ളതാണ്. അതിനാണ് കറുകച്ചാൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന് കക്കാടംപൊയിൽ ഒരു PVR തീം പാർക്കുണ്ടല്ലോ, ഒരു നാച്ചുറൽ പാർക്കുണ്ട്. ആ പാർക്കിലെ തടയണകൾ, അതായത് സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ PV അൻവർ തൻ്റെ പാർക്കിൽ തടയണകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ വിവാദമായ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ പലരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതി എന്ത് ചെയ്തു? 8 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അതൊക്കെ സ്വാഭാവിക നീരൊഴുക്ക് തടയുന്ന തടയണകളൊക്കെ പൊളിച്ചു നീക്കണമെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തു. പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. CPMൻ്റെ ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഹൈക്കോടതി ഉത്തരവ് പൂഴ്ത്തി ഫയലിൽ കെട്ടി ഭദ്രമാക്കി മടക്കി വെച്ചു. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ സംസ്ഥാന സർക്കാർ 4 വർഷം അലമാരയിൽ സൂക്ഷിച്ചല്ലോ, അതുപോലെ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ഈ നിലമ്പൂർ പഞ്ചായത്തുകാർ പൂട്ടി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ടിപ്പോൾ അൻവർ പാർട്ടിക്ക് അനഭിമതനായി എന്ന് വന്നപ്പോൾ അത് പൊടിതട്ടിയെടുത്തിട്ട് എന്ത് ചെയ്തു? ഇത് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. എന്തൊരു നാണക്കേടാണില്ലേ? CPMന് തന്നെ നാണക്കേടല്ലേ? ഒപ്പം നടക്കുന്നവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒപ്പം നടക്കുന്നവനാണെങ്കിലും അല്ലെങ്കിൽ അയാളെ ഒപ്പം കൂട്ടുന്നതിന് മുമ്പ് പരിശോധിക്കണം, ഇയാൾ നല്ല ആളാണോ, ഇയാൾക്ക് എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ്സൊക്കെ ഉണ്ടോ എന്ന്. PV അൻവർ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പല വാർത്തകൾ വന്നതാണ്. ഹൈക്കോടതി ഉത്തരവുമുണ്ട്. എന്നിട്ടും അത് പൂഴ്ത്തിവെച്ച CPMൽ നിന്ന് അകലുന്നുവെന്ന് കണ്ടപ്പോൾ ടെൻഡർ ക്ഷണിക്കുന്നു തടയണകൾ പൊളിക്കാൻ. ഇതാണ് PV അൻവറിന് എതിരെ വരുന്ന രണ്ടാമത്തെ നടപടി. ഇങ്ങനെ ഇനിയും വരാനിരിക്കുകയാണ് ഓരോരോ സംഭവങ്ങൾ. അതായത് ഇത്ര കാലം കൂടെ നടന്നപ്പോൾ ഇതൊന്നും തെറ്റേയല്ല, ഇതൊക്കെ കണ്ടിട്ട് കണ്ണടച്ചിരുന്ന CPM ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അയാൾ CPMൽ നിന്ന് അകന്നു, ഉടനെ അയാളെ പൂട്ടണം. അപ്പോഴെല്ലാം പൊടിതട്ടിയെടുക്കുകയാണ്. നാണക്കേടാണ്. CPMൻ്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്. അൻവർ ഒപ്പമുള്ളപ്പോൾ തന്നെ തടയണകൾ പൊളിക്കണമായിരുന്നു. ആ ഒരു ആർജവം CPM ഭരണസമിതി അന്ന് കാണിച്ചിരുന്നുവെങ്കിൽ ഏറെ സന്തോഷിക്കുമായിരുന്നു CPM അണികൾ. ഇപ്പോൾ അൻവറിന് പിന്നാലെ വിളിച്ചു പോകുന്ന CPM അണികൾ മനസ്സിൽ പറയുന്നുണ്ടാകും, തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം എന്ത് പാപ്പരത്തമാണ് കാണിക്കുന്നതെന്ന് ഓരോ അണികളും നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുന്നുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.